സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, പരിശുദ്ധ പിതാവ് 2025 ജൂബിലി വർഷമായിട്ട് പ്രഖ്യാപിച്ചു. ആദ്യമേ തന്നെ നമ്മുടെ ജോഷി അച്ഛന് ജൂബിലിയുടെ എല്ലാവിധ മംഗളങ്ങളും ആശംസിക്കുന്നു. നമ്മൾ പരിശുദ്ധ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. പിതാവ് സുഖമില്ലാതെ കഴിഞ്ഞ 14-ാം തീയതി മുതൽ ആശുപത്രിയിലാണ്. പിതാവിൻ്റെ രോഗസൗഖ്യത്തിന് വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടെന്നറിയാം. പ്രാർത്ഥിക്കണം. 2025 പരിശുദ്ധ പിതാവ് ജൂബിലി വർഷമായിട്ട് പ്രഖ്യാപിച്ചത്. അതുപോലെ തന്നെ 2024 ഡിസംബർ 24-ാം തീയതി വത്തിക്കാൻ സമയം 7 മണിക്ക് പാതിരാ കുർബാനയ്ക്ക് മുൻപ് പരിശുദ്ധ പിതാവ് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ പ്രധാന കവാടത്തിന് സമീപത്തുള്ള വിശുദ്ധ കവാടം തുറന്നുകൊണ്ടാണ് ജൂബിലി വർഷം പ്രഖ്യാപിച്ചത്. നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്ക് എന്നുള്ള ബോളോയിലൂടെയാണ് പരിശുദ്ധ പിതാവ് ജൂബിലി വർഷം പ്രഖ്യാപിച്ചത്. അതേപോലെ തന്നെ മേരി മേജർ ബസിലിക്ക, ലാറ്ററൽ ബസിലിക്ക, സെൻറ്റ് പോൾസ് ബസിലിക്ക എന്നിവിടങ്ങളിലെല്ലാം പരിശുദ്ധ പിതാവ് പ്രധാന കവാടങ്ങൾ തുറന്നുകൊണ്ട് ജൂബിലി വർഷം പ്രഖ്യാപിച്ചു. ഈ ജൂബിലി വർഷത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് പരിശുദ്ധ പിതാവ് 2 പ്രാവശ്യം സന്ദർശനം നടത്തിയ റബീബിയ ജയിലിലെ പ്രത്യാശയുടെ കവാടം തുറന്നുകൊണ്ട് പരിശുദ്ധ പിതാവ് ജൂബിലി വർഷം പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. ഈ ജൂബിലി വർഷത്തിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് പ്രത്യാശ എന്നുള്ളതാണ്. ഈ പ്രത്യാശയുടെ സന്ദേശം നൽകുന്നതിന് വേണ്ടി സഭ വളരെ മനോഹരമായ ഒരു ലോഗോ നൽകിയിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള 4 മനുഷ്യർ അവർ തോളോട് തോൾ ചേർന്ന് മുന്നോട്ട് നീങ്ങുന്നു. അതിൻ്റെ ഏറ്റവും മുൻപിലായിട്ട് നിൽക്കുന്ന വ്യക്തി കർത്താവിൻ്റെ കുരിശിനെ ചേർത്ത് പിടിച്ചിരിക്കുന്നു. ആ കുരിശിനൊരു പ്രത്യേകതയുണ്ട്. ആ കുരിശ് ഈ 4 വ്യക്തികളിലേക്ക് ചാഞ്ഞാണ് നിൽക്കുന്നത്. അപ്പം പിന്നെ അതിൻ്റെ അടിയിൽ തിരമാലകളുടെ ചിഹ്നം കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ സൈഡിലായിട്ട് പിൽഗ്രിം ഓഫ് ഹോപ്പ്, പ്രത്യാശയിലേക്കുള്ള തീർത്ഥാടകർ എന്ന് ആലേഖനം ചെയ്തിരിക്കുന്നു. അപ്പം ഇത് എന്തിനെയൊക്കെ സൂചിപ്പിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഈ 4 നിറത്തിലുള്ള വ്യക്തികൾ, ചുവപ്പ്, പച്ച, നീല, മഞ്ഞ, ഇങ്ങനെയുള്ള ഈ 4 നിറത്തിലുള്ള വ്യക്തികൾ എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ 4 കോണിൽ നിന്നുള്ള വ്യത്യസ്ത വർഗങ്ങളിലും വർണ്ണങ്ങളിലുമുള്ള വ്യക്തികളെയാണ് സൂചിപ്പിക്കുന്നത്. ഇവർ തോളോട് തോൾ ചേർന്നാണ് നടക്കുന്നത്. അപ്പം അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ നമ്മളാരും ഒറ്റയ്ക്കല്ല, ഞങ്ങൾ ഒപ്പമുണ്ട് എന്നാണ് അതിനെ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ അടിയിലുള്ള തിരമാലകളെ അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ ലോകത്തിലെ ജീവിതം ശാന്തസുന്ദരമായ ഒന്നല്ല. ഇളകി മറിയുന്ന കടൽ പോലെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും പെട്ട് ഇളകി മറിയുമ്പോൾ പ്രത്യാശയോടെ നമുക്ക് മുന്നേറുവാനായിട്ട് കർത്താവിൻ്റെ കുരിശ്, ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആ വ്യക്തി ആ കുരിശിനെ നെഞ്ചോട് ചേർത്താണ് പിടിച്ചിരിക്കുന്നത്. അപ്പം ഈ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലുമെല്ലാം നമുക്ക് സംരക്ഷണമായിട്ട് ഒരു ഉറച്ച നങ്കൂരമായിട്ട് കർത്താവിൻ്റെ കുരിശ് നമുക്ക് മുൻപിലുണ്ട്. ആ കുരിശിലൂടെ മാത്രമേ നമുക്ക് പ്രത്യാശയോടെ മുന്നോട്ട് പോകുവാൻ സാധിക്കുള്ളൂ എന്നാണ് അതിനെ സൂചിപ്പിക്കുന്നത്. അപ്പം ഇതുപോലെ തന്നെ പിന്നെ പരിശുദ്ധ പിതാവ് ഈ ജൂബിലി വർഷത്തിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജൂബിലി വർഷം എന്ന് പറയുന്നത് അത് തീർത്ഥാടനത്തിൻ്റെ വർഷമാണ്. അപ്പം നമ്മളെല്ലാവരും നമ്മുടെ എല്ലാ തീർത്ഥാടനത്തിന് പറ്റിയ എല്ലാ കത്തീഡ്രൽ ദേവാലയങ്ങളും തീർത്ഥാടന കേന്ദ്രങ്ങളാണ്. അപ്പം നമ്മൾ ഈ കത്തീഡ്രൽ ദേവാലയങ്ങളിൽ തീർത്ഥാടനം നടത്തണം. അതുപോലെ തന്നെ ഈ ജൂബിലി വർഷം എന്ന് പറയുന്നത് പ്രാർത്ഥനയുടെ വർഷമാണ്. പ്രാർത്ഥനയുടെ വർഷം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ ശക്തിയും പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം നമ്മൾ പരസ്പരം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും പ്രാർത്ഥന നമ്മുടെ അനുഭവമാക്കാനും നമുക്ക് കഴിയണം. പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ ഈ കാലത്ത് ഓരോ ദിവസവും നമ്മൾ കാണാനും കേൾക്കാനും നമ്മൾ ഒട്ടും ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് നമുക്ക് ചുറ്റും നടക്കുന്നത്. എല്ലാ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ള, നമ്മുടെ ഈ നോയമ്പ് കാലത്ത് നമ്മൾ പ്രത്യേകം ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കണം. കാരണം നമ്മുടെ ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടിയും മാതാപിതാക്കൾക്ക് വേണ്ടിയും
പിന്നെ സഹോദരങ്ങൾക്ക് വേണ്ടിയും യുവാക്കൾക്ക് വേണ്ടിയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. കാരണം ഇപ്പോഴത്തെ നമുക്കറിയാം, ഈ ലഹരിയുടെ അടിമത്തം മൂലം എന്തെല്ലാം ഒന്നും ചെയ്യാൻ മനുഷ്യനെ യാതൊരു മനസാക്ഷിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ എന്ത് ക്രൂരതയും ചെയ്യാൻ പറ്റിയ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എനിക്ക് തോന്നുന്നത് മറ്റുള്ളവരുടെയൊക്കെ നിശബ്ദമായ നിസ്വാർത്ഥമായ പ്രാർത്ഥന കൊണ്ടാണ് നമുക്കൊക്കെ ഈ ലോകം ഇങ്ങനെയെങ്കിലും നിൽക്കുന്നത്. നമ്മൾ എപ്പോഴും മറ്റു കുടുംബങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. അത് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഒരുപാട് ശക്തിയുണ്ട്. അതുപോലെ തന്നെ ഈ ജൂബിലി വർഷം എന്ന് പറയുന്നത് അനുരഞ്ജനത്തിൻ്റെ വർഷമാണ്. നമുക്ക് വിശുദ്ധ കുമ്പസാരം എന്ന കൂദാശയിലൂടെ ദൈവത്തോടും മനുഷ്യരോടും അനുരഞ്ജനപ്പെടാനായിട്ട് സഭ നമ്മോട് ആഹ്വാനം ചെയ്യപ്പെടുന്നു. അതുപോലെ തന്നെ ഈ ജൂബിലി വർഷം ദണ്ഡവിമോചനത്തിൻ്റെ വർഷമാണ്. നമ്മൾ പാപം ചെയ്യുന്നു. കുമ്പസാരം എന്ന കൂദാശയിലൂടെ നമ്മൾ പാപമോചിതരാകുന്നു. എന്നാൽ നമ്മളിലുള്ള പാപക്കറ കഴുകിക്കളഞ്ഞ് നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്നത് നമ്മുടെ മരണത്തിന് ശേഷമാണ്. എന്നാൽ സഭ നൽകിയ അധികാരം ഉപയോഗിച്ചും പരിശുദ്ധ പിതാവ് നിർദ്ദേശിക്കുന്ന ആചാര അനുഷ്ഠാനങ്ങളിലൂടെയും ഈ ലോകത്തിൽ വെച്ച് തന്നെ നമുക്ക് പൂർണ്ണ ദണ്ഡവിമോചനം പ്രാപിക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന് കുറച്ച് കാര്യങ്ങൾ പാപ്പ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. നമ്മൾ തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കണം. അതേപോലെ തന്നെ കുമ്പസാരം എന്ന കൂദാശ സ്വീകരിച്ചുകൊണ്ട് പാപത്തിൽ നിന്ന് വിട്ടു നിൽക്കണം. പിന്നെ പരിശുദ്ധ പിതാവിന്റെ നിയോഗങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഇങ്ങനെയെല്ലാം ആചരിക്കുന്നത് മൂലം നമുക്ക് ഈ ലോകത്തിൽ വെച്ച് തന്നെ പൂർണ്ണ ദണ്ഡവിമോചനം പ്രാപിക്കാമെന്ന് മനസ്സിലാകുന്നു. അതേപോലെ തന്നെ മറ്റുള്ള വ്യക്തികളെ അംഗീകരിക്കാനും അതേപോലെ തന്നെ അവരെ അംഗീകരിക്കുന്നതിനോടൊപ്പം അവർക്ക് സമാധാനവും സന്തോഷവും നൽകുവാനും അങ്ങനെ അവർക്ക് നമുക്ക് പ്രത്യാശ കൊടുത്തുകൊണ്ട് അതേപോലെ മറ്റുള്ളവരാൽ അവഗണിക്കപ്പെടുന്ന വ്യക്തികളിൽ നിന്ന് നമ്മൾ പ്രത്യാശ സ്വീകരിച്ചുകൊണ്ടും സ്വർഗത്തെ ലക്ഷ്യമാക്കി നമുക്ക് ജീവിക്കാൻ സാധിക്കണം. ഈ ജൂബിലി വർഷത്തിൽ നന്മ നിറഞ്ഞൊരു ജൂബിലി വർഷം ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ നല്ല അർത്ഥവത്തായിട്ട് ജൂബിലി വർഷത്തിൽ നമുക്കെല്ലാവർക്കും ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ്റെ ജൂബിലി വർഷത്തിൽ അച്ഛന് ചെറിയൊരു സമ്മാനം കൊടുക്കുന്നതിനായിട്ട് നമ്മുടെ കുഞ്ഞുമക്കളെ ക്ഷണിക്കുകയാണ്. നമുക്ക് ചെറിയൊരു സമ്മാനം അച്ഛന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വാർഡിലെ ഏറ്റവും പ്രായമായ നമ്മുടെ ചേട്ടനെ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നു. ചേച്ചിയെ പറഞ്ഞ അങ്ങനെ പറയാനേ. എല്ലാവർക്കും സമ്മാനത്തിലും പൂക്കൾക്ക് എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുകയാണ്. ബഹുമാനപ്പെട്ട ജോഷിയച്ച, അതുപോലെ നമ്മുടെ യൂണിറ്റിലെ പ്രാർത്ഥനയ്ക്കായി കടന്നു വന്ന നമ്മുടെ സിസ്റ്റേഴ്സ്, അതുപോലെ നമ്മുടെ യൂണിറ്റിലെ എല്ലാ കുടുംബത്തിൽ നിന്ന് വന്ന കുടുംബാംഗങ്ങൾ, ഇന്ന് നമ്മളുടെ ഈ യൂണിറ്റിലെ പ്രാർത്ഥനയാണ് ഇന്ന് നടന്നത്. അപ്പം നമ്മുടെ പ്രാർത്ഥനയോടൊപ്പം തന്നെ നമ്മുടെ ജോഷിയച്ചൻ്റെ 25ാം ജൂബിലിയുടെ ഒരു ചെറിയൊരു ആഘോഷവും നമ്മളിവിടെ നടത്തി. എന്തായാലും കഴിഞ്ഞ 25 വർഷമായിട്ട് വിവിധ ഇടവകളിലൂടെ ജോലി ചെയ്ത് നമ്മുടെ കേണിച്ചിറയിൽ എത്തുകയും അങ്ങനെ നല്ലൊരു വൈദിക ജീവിതം നയിച്ച് ഈ 25 വർഷം പൂർത്തിയാക്കിയ ജോഷിയച്ചന് എല്ലാവിധ ആശംസകളും നേർന്നു. അതേപോലെ ഇനിയുള്ള കാലങ്ങളിൽ ഇതേപോലെ നല്ലൊരു ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടുകൂടി നല്ലൊരു സേവനം നടത്താൻ അച്ഛന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അതേപോലെ തന്നെ ഇവിടെ നല്ലൊരു വൈദിക ജീവിതം നയിച്ച് ഈ 25 വർഷം പൂർത്തിയാക്കിയ ജോഷിയച്ചന് എല്ലാവിധ ആശംസകളും നേർന്നു. അതേപോലെ ഇനിയുള്ള കാലങ്ങളിൽ ഇതേപോലെ നല്ലൊരു ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടുകൂടി നല്ലൊരു സേവനം നടത്താൻ അച്ഛന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.
പിന്നെ അതേപോലെ തന്നെ ഇവിടെ മറ്റ് തിരഞ്ഞെടുപ്പ് കാര്യങ്ങളെല്ലാവരും നടന്നു, എല്ലാം ഭംഗിയായിട്ട് നടന്നു. ഇനി പുതിയതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികൾക്ക് അവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അതേപോലെ പഴയ ആൾക്കാർക്ക് നന്ദി അറിയിക്കുന്നു. അതേപോലെ നമ്മുടെ നല്ലൊരു സന്ദേശം നൽകിയ ടൈനി ചേച്ചിക്കും, അതുപോലെ ഈ കുടുംബ പ്രാർത്ഥനയ്ക്കായി ഈ വീടും അതിനും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്ത ജിത്ത് കാവാട്ടിനും അതിൻ്റെ കുടുംബാംഗങ്ങൾക്കും അങ്ങനെ എല്ലാവർക്കും കൂടി ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.